നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷു ആഘോഷമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നും വിശ്വാസം. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ വനം വകുപ്പ്. മാങ്കുളത്ത് വനം വകുപ്പ് നടത്തിവരുന്നത് പ്രവർത്തനക്ഷമമല്ലാതിരുന്നതും ഭാഗികമായി പ്രവർത്തിച്ചു വന്നിരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകൾ തകരാർ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആനയടക്കം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കാമെന്ന് വനം വകുപ്പ്. 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുടുംബം ചികിത്സാ സഹായം തേടുന്നു. തങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയുടെ കരൾ മാറ്റിവെക്കലിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നത് മാങ്കുളം ആനക്കുളം സ്വദേശികളായ റോജൻ അശ്വതി ദമ്പതികൾ. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടിവരുന്നത് 15 ലക്ഷം രൂപ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിൽ. യുവാക്കളുടെ അപകടയാത്ര കേരള രജിസ്ട്രേഷനിലുള്ള 2 വാഹനങ്ങളിൽ. വിശദമായ വാർത്തകൾ. കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷു ആഘോഷമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷു. മലയാള മാസം മേടം 1 വിഷു ആഘോഷിക്കുന്നത്. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിഷു എന്ന് പറയാം. അടുത്ത ഒരു കൊല്ലത്തെ ഫലത്തെക്കുറിച്ചും ഇക്കാലയളവിൽ ജനങ്ങൾ ചിന്തിക്കുന്നു. വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരവും അവയുടെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നുവെന്നാണ് വിശ്വാസം. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ വനം വകുപ്പ്. പ്രവർത്തനക്ഷമമല്ലാതിരുന്നതും ഭാഗികമായി പ്രവർത്തിച്ചു വന്നിരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകൾ തകരാർ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മാങ്കുളത്ത് വനം വകുപ്പ് നടത്തിവരുന്നത്. ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആനയടക്കം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കാമെന്നാണ് വനം വകുപ്പിന്റെ പ്രതീക്ഷ. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി സംസ്ഥാന സർക്കാർ 10 പദ്ധതികളാണ് ഫലപ്രദമായി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിലൊന്നാണ് മിഷൻ സോളാർ ഫെൻസിംഗ്. സോളാർ ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആനയടക്കം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കാമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഇതിന്റെ ഭാഗമായിട്ടാണ് മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നടപടികളുമായി വനംവകുപ്പ് മുമ്പോട്ട് പോകുന്നത്. വനംവകുപ്പിന്റെ മാങ്കുളം ഡിവിഷന് കീഴിൽ വരുന്ന മാങ്കുളം, ആനക്കുളം റേഞ്ചുകളിലായി 35 കിലോമീറ്റർ ദൂരം സോളാർ പവർ ഫെൻസിംഗ് പൂർണ്ണമായും 7.5 കിലോമീറ്റർ ദൂരം ഭാഗികമായും തകരാർ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കിയതായി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ RS അരുൺ പറഞ്ഞു. കേരള സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുവാനായിട്ട് 10 മിഷനുകൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ് മിഷൻ സോളാർ ഫെൻസിങ്. ഈ സോളാർ ഫെൻസിങ് മിഷൻ്റെ ഭാഗമായിട്ട് മാങ്കുളം ഡിവിഷൻ്റെ കീഴിൽ 35 കിലോമീറ്ററോളം പ്രവർത്തനരഹിതമായിട്ടിരുന്ന സോളാർ ഫെൻസിങ്ങുകൾ നമ്മൾ ഈ ഒരു കാലയളവിൽ നമുക്ക് പ്രവർത്തന യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഭാഗികമായിട്ട് പ്രവർത്തിക്കുന്ന 7 കിലോമീറ്ററോളം ലൈനുകൾ നമുക്ക് വീണ്ടും അത് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിനു വേണ്ട അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ തന്നെ നമുക്കത് പ്രവർത്തന യോഗ്യമാക്കുവാൻ പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട്. അപ്പം ഇത് നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ പ്രവൃത്തി ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. നിലവിലുള്ള സോളാർ പവർ ഫെൻസിങ്ങുകൾക്ക് സമീപമുള്ള അടിക്കാടുകൾ തെളിക്കുന്ന ജോലികൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗ് ലൈനുകളും എനർജൈസർ, ബാറ്ററി എന്നിവയും മാറ്റി സ്ഥാപിച്ചാണ് ലൈനുകൾ കാര്യക്ഷമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടാതെ ലൈനുകൾ വാച്ചർമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് കേടുപാടുകൾ ഉണ്ടെങ്കിൽ കാലതാമസമില്ലാതെ അത് പരിഹരിക്കുന്നതിനും വനംവകുപ്പ് മുൻകൈയെടുത്തിട്ടുള്ളതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ ഫുഡ് ഫോർഡർ
ആൻഡ് വാട്ടർ മിഷൻ റിയൽ ടൈം മോണിറ്ററിംഗ് പദ്ധതിയും വനംവകുപ്പ് മാങ്കുളത്ത് നടപ്പിലാക്കുന്നുണ്ട്. 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുടുംബം ചികിത്സാ സഹായം തേടുന്നു. 15 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടിവരുന്നത്. മാങ്കുളം ആനക്കുളം സ്വദേശികളായ റോജൻ, അശ്വതി ദമ്പതികളാണ് തങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയുടെ കരൾ മാറ്റിവെക്കലിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ബിലിയറി അട്രീസിയ എന്ന അപൂർവ രോഗവുമായാണ് 8 മാസം പ്രായമുള്ള എഡ്വിൻ ജനിച്ചത്. കരളിൽ നിന്നും പിത്തരസം പുറത്തേക്ക് ഒഴുകുന്നതിന് തടസ്സം നേരിടുന്ന ജന്മനാലുണ്ടാകുന്ന രോഗാവസ്ഥ. പിത്തരസം ഒഴുകുന്ന നാളിയിലെ തടസ്സം ശസ്ത്രക്രിയയിലൂടെ മാറ്റിയെങ്കിലും ഇതിനോടകം കരളിൽ അടിഞ്ഞ പിത്തരസം വില്ലനായി. കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കരൾ നൽകാൻ അമ്മ അശ്വതി തയ്യാറാണ്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ഈ കുടുംബത്തിന് സഹായം വേണം. എൻ്റെ പേര് അശ്വതി. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ്. 8 മാസം ആണ് പ്രായം. അവന് ജനിച്ച് 25-ാം ഒക്കെ മുതൽ കരൾ രോഗമാണ്. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഒരു സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് അവൻ്റെ കരൾ മാറ്റി വയ്ക്കണമെന്നാണ്. എൻ്റെ കരളാണ് അവന് മാച്ചായിട്ടുണ്ട്. ഞങ്ങൾ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. ഇതുവരെ 8 മാസമായിട്ടും ആശുപത്രിയിലൂടെ ഓടി നടന്ന് കടവും വില പുറത്താണ് ഓരോ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിന് കൂലിപ്പണിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിന് ഓരോ ദിവസം കൂടുന്തോറും ഓരോ അസുഖങ്ങൾ വരികയാണ്. പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ കരൾ മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ കൂടുതലായി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കൂലിപ്പണിയിലൂടെ ഉപജീവനം നടത്തുന്ന റോജിന്റെ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിനുള്ളത്. ഭാര്യയും 2 മക്കളും മാതാപിതാക്കളും അടങ്ങുന്നതാണ് റോജന്റെ കുടുംബം. കുഞ്ഞനുജൻ രോഗം ഭേദമായി വീട്ടിലേക്ക് വരുന്നതും കാത്തിരിക്കുകയാണ് 9 വയസ്സുകാരനായ ജ്യേഷ്ഠൻ എൽബിൻ. കുടുംബത്തെ സഹായിക്കാനായി മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സവിത റോയിയുടെ നേതൃത്വത്തിൽ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ഫെഡറൽ ബാങ്കിന്റെ മാങ്കുളം ശാഖയിൽ തുറന്നിട്ടുള്ള അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാവുന്നതാണ്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് കഴിഞ്ഞ ദിവസം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. കേരള രജിസ്ട്രേഷനിലുള്ള 2 വാഹനങ്ങളിലായിരുന്നു യുവാക്കളുടെ അപകടയാത്ര. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലാണ് കഴിഞ്ഞ ദിവസം യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. കേരള രജിസ്ട്രേഷനിലുള്ള 2 വാഹനങ്ങളിലായിട്ടായിരുന്നു യുവാക്കളുടെ അപകടയാത്ര. 2 വാഹനങ്ങളുടെയും ഡോറിൽ കയറിയിരുന്ന മുമ്പിലും പിറകിലുമായിട്ടാണ് യുവാക്കൾ യാത്രയ്ക്ക് മുതിർന്നത്. ഈ വാഹനത്തിന്റെ പിന്നാലെ എത്തിയവരാണ് അപകടയാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു. നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു. ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. വീണ്ടും സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി കടുപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. തൊടുപുഴ വെങ്ങല്ലൂർ അച്ചൻകവല പ്രദേശങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപവും അച്ചൻകവലയിലുമാണ് മരങ്ങൾ വീണത്. അച്ചൻകവലയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഷെഡ് കാറ്റിൽ നിലം പതിച്ചു. ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. വെങ്ങല്ലൂർ സിഗ്നൽ ജംഗ്ഷന് സമീപവും അച്ചൻകവലയിലുമാണ് മരങ്ങൾ കടപുഴകി വീണത്. തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജാഫർ ഖാന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ EBCS ജെയ്സ് സാം ജോസ്, ജെയിംസ് നോബിൾ, ഫ്രിജിൻ FS, സച്ചിൻ സാജൻ, ഷാജി PT എന്നിവരാണ് മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന അടിമാലി സ്വദേശിനിയായ വീട്ടമ്മ മരിച്ചു. അടിമാലി 200 ഏക്കർ സ്വദേശിനി ലൈസാമ്മ ജോയിയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അടിമാലി 200 ഏക്കറിൽ വെച്ച് അപകടം സംഭവിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് ലൈസാമ്മ മരിച്ചത്. അടിമാലി കുമ്മളി ദേശീയപാതയിൽ 200 ഏക്കറിൽ വെച്ചായിരുന്നു ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അപകടം സംഭവിച്ചത്. ലൈസാമ്മ മകനൊപ്പമാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് പിന്നിൽ മറ്റൊരു ബൈക്ക് വന്നിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ലൈസാമ്മ റോഡിലേക്ക് തെറിച്ചു വീഴുകയും ഗുരുതര പരിക്ക് സംഭവിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയത്തെ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലൈസാമ്മ മരിച്ചത്. തലയ്ക്ക് സംഭവിച്ച പരിക്കാണ് മരണത്തിനിടയാക്കിയതെന്നാണ് വിവരം. അടിമാലി 200 ഏക്കർ കൂട്ടാനിക്കൽ ജോയിയുടെ ഭാര്യയാണ് 59-കാരിയായ ലൈസാമ്മ. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനം കട്ടപ്പനയിൽ അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ അപൂർവമായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഡോക്ടർ BR അംബേദ്കറുടേത്. ദീർഘവീക്ഷണത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടന നൽകുന്ന ഉറപ്പ് രാജ്യത്തെ ഓരോ പൗരനും തുല്യ അവകാശമെന്ന ആശയമായി മാറിയിരിക്കുകയാണെന്നും പ്രശാന്ത് രാജു പറഞ്ഞു. അദ്ദേഹം ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയപ്പോൾ പ്രിവിലേജ് കൊടുത്തത് സംവരണ സമുദായങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് ആദ്യമായി ഒരു തൊഴിൽ നിയമം കൊണ്ടുവരാനും രാജ്യത്ത് ആദ്യമായി ഇന്ന് പല സംഘടനകളും സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം പ്രത്യേകമായി പ്രിവിലേജ് ഉണ്ടാക്കുകയും പാർലമെന്റിൽ ബില്ല് പാസാക്കുകയും ഗർഭസമയത്ത് ഉദ്യോഗസ്ഥരായി നിൽക്കുന്ന സ്ത്രീകൾക്കുൾപ്പെടെ അവരെ അവധി കൊടുക്കുകയും ആ സമയത്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള പുരോഗമന ചിന്താഗതി 1947 സമയത്ത് തന്നെ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അത്ര വലുതായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100% പദ്ധതി പൂർത്തീകരണം നടത്തിയ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിലിനെ പരിപാടിയിൽ വെച്ച് ആദരിച്ചു. യോഗത്തിൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VS ശശി അധ്യക്ഷനായിരുന്നു. കട്ടപ്പന നഗരസഭാ കൗൺസിലറും കോർഡിനേഷൻ കമ്മിറ്റി രക്ഷാധികാരിയുമായ ബിനു കേശവൻ ജന്മദിന സന്ദേശം നൽകി. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് കുഴിമറ്റം, KSS ജില്ലാ സെക്രട്ടറി KR രാജൻ, AKCHMS ജില്ലാ പ്രസിഡന്റ് രാജീവ് രാജു, തങ്കമ്മ രാജു ആഞ്ഞിലിത്തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. അംബേദ്കർ ജയന്തി സാമൂഹ്യ സമരസതാ ദിനമായി BJPയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ആഘോഷിച്ചു. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ശില്പി മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ നവോത്ഥാന നായകൻ കൂടിയായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി അംബേദ്കർ അനുസ്മരണം, പുഷ്പാർച്ചന, മധുര പലഹാര വിതരണം എന്നിവ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചിരുന്നു. കട്ടപ്പനയിൽ അംബേദ്കർ അയ്യങ്കാളി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പരിപാടി BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഡോക്ടർ BR അംബേദ്കർ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ശില്പി മാത്രമല്ല, സാമൂഹിക പരിഷ്കർത്താവ്, എഡ്യൂക്കേഷനിസ്റ്റ്, ദാർശനികൻ, ഇന്ത്യയിലെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് ഭാരതത്തിൻ്റെ യശസ് വാനോളം ഉയർത്തി ഇന്ന് ഐക്യരാഷ്ട്രസഭ വിജ്ഞാന ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭ ലോക വിജ്ഞാന ദിനമായിട്ട് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ അത് ആചരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ദേശീയ കൗൺസിൽ അംഗം ശ്രീനഗരി രാജൻ, പ്രകാശ് നാരായണൻ, CK ശശി, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട്, നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരീടം തുടങ്ങിയവർ പങ്കെടുത്തു. അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സംരക്ഷണ സമിതി ചെയർമാൻ CS രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം നിലകൊള്ളുന്ന അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത്. സംരക്ഷണ സമിതി ചെയർമാൻ CS രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായിരുന്നിട്ട് പോലും അത് കൈകൊണ്ടെഴുതി തയ്യാറാക്കുവാൻ നിയോഗിക്കപ്പെട്ട ആളായി മാറിയത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിൽ അദ്ദേഹം അനുഭവിച്ച സാമൂഹ്യ അസമത്വത്തിൻ്റെയും ഈ രാജ്യത്ത് നിലനിൽക്കുന്ന അരാജകത്വത്തെയും വളരെ വ്യക്തമായി പഠിക്കുകയും ലോകരാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അനവധിയായ
ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എടുക്കുകയും മുഴുവൻ ലോകരാജ്യങ്ങളുടെയും രാഷ്ട്രമീമാംസകൾ പഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭരണഘടന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതുവാൻ അതിന്റെ നിർമ്മാണ സമിതിയുടെ ചെയർമാനായി അദ്ദേഹം ചുമതലയേറ്റത്. എബിഎം ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. വളരെ തീക്ഷ്ണമായ നിലയിൽ ഇന്ത്യയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായിരുന്നു, ഏത് സമൂഹത്തിലും സംസ്കാരത്തിലുമുള്ള ആളുകൾക്കായിരുന്നു, ഏത് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കായിരുന്നാലും അനുഭവിക്കത്തക്ക നിലകളിൽ തക്കതായിരിക്കുന്ന ഒരു ഭരണഘടന രചിക്കുവാൻ ഇത്രയും പ്രാപ്തനായ മഹാനായ ഒരു വ്യക്തി ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുന്ന ഈ വേളയിൽ 134-ാം അംബേദ്കർ ജയന്തി നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനാധിപത്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വീക്ഷണം എന്തായിരുന്നു? ജനാധിപത്യം എന്ന് പറയുന്നത് സാധാരണ ജനാധിപത്യത്തെ രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ജനാധിപത്യം മാത്രമല്ല ഉദ്ദേശിച്ചത്, ജനങ്ങളുടെ ജീവിതത്തിന് മറ്റൊരു സാമ്പത്തികമായിട്ട് വരുന്ന ഒരു ജനാധിപത്യം, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ സാംസ്കാരികപരമായിരിക്കുന്ന ജനാധിപത്യം, ഇങ്ങനെയുള്ള ജനാധിപത്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതം. റജി കൂവക്കാട്ട്, സാജു വളക്കടവ, രാജു കെ പി, മനോജ് വടക്കേമുറി, തങ്കമ്മ കാഞ്ചാർ, സാജു വെ, മനോജ് ടി, എബിമോൻ ചേറ്റുകുഴി എന്നിവർ നേതൃത്വം നൽകി. BJP വണ്ടൻമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് K. കുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വണ്ടൻമേട് ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കറുടെ പ്രതിമയിൽ പുഷ്പഹാരം അർപ്പിച്ചു. BJP വണ്ടൻമേട് മണ്ഡലം പ്രസിഡന്റ് PU ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് K. കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം BR അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും കേവലം വോട്ടിനു വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ ആരാധിച്ചു വരുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ ആശയവും ആദർശവും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ മാസം 14-ാം തീയതി ലോകമൊത്തം അംഗീകരിക്കുന്ന ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അവധി ദിവസമായി പ്രഖ്യാപിച്ച ചരിത്രമാണ് ഇന്ന് നമ്മൾ നടത്തിയിട്ടുള്ളത്. BJP വണ്ടൻമേട് മണ്ഡലം വൈസ് പ്രസിഡന്റ് KS സിജു ഭരണഘടന ആമുഖം ചൊല്ലിക്കൊടുത്തു. സംവരണ സംരക്ഷണ സേന യൂണിറ്റ് സെക്രട്ടറി A. മുരുകൻ, സജീവ് വട്ടപ്പാറ, K. ആർമുഖം തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ അനന്യ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കട്ടപ്പനയിൽ നടന്നു. സബിൻ ശശിയുടെ ആദ്യ കഥാസമാഹാരത്തിന്റെ പ്രകാശന കർമ്മം എഴുത്തുകാരി പുഷ്പമ്മ നിർവഹിച്ചു. അധ്യാപകരായ ഡോക്ടർ റെജി ജോസഫും ഷാൻഡി ജോസഫും ചേർന്ന് പുസ്തകം ഏറ്റുവാങ്ങി. കൈപ്പട പബ്ലിഷിംഗ് ഗ്രൂപ്പ് പുറത്തിറക്കിയ സമാഹാരത്തിലെ ഒട്ടുമിക്ക കഥകളിലും സ്ത്രീകളാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഏതെങ്കിലും ഒരു കാലത്തോട് ചേർന്ന് നിൽക്കുകയല്ല, മറിച്ച് എല്ലാ കാലത്തും വായിച്ചെടുക്കാൻ സാധിക്കുന്ന കഥാരൂപങ്ങൾ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. അധർമ്മയുഗത്തിൽ തുടങ്ങി യക്ഷിയും പ്രണയിനിയിലും അവസാനിക്കുന്ന പുസ്തകത്തിലെ 10 കഥകളും ശീർഷകം മുതൽ കഥാന്ത്യം വരെ സ്വാഭാവികമായ ഒരു കഥ പറച്ചിൽ രീതി പിന്തുടർന്നുകൊണ്ട് ഭാഷയുടെ സകല വിനിമയ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നു. പ്രണയം, മതം, ജാതി, വിശ്വാസം, അന്ധവിശ്വാസം, രാഷ്ട്രീയം, നീതി, പൗരബോധം തുടങ്ങി സമകാലിക വിഷയങ്ങൾ പലതും സവിശേഷമായൊരു ആഖ്യാന തന്ത്രത്തിലൂടെ വായനക്കാർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സബിൻ ശശി. തപസ്യ ജില്ലാ അധ്യക്ഷൻ VK സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ VS ദിബു അധ്യക്ഷനായിരുന്നു. മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടില്ലാത്ത വിഷയത്തിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുവരിക, അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന തരത്തിലുള്ള രചനകളാണെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ അത് മനുഷ്യ കഥാനികായി അതോടൊപ്പം തന്നെ മനുഷ്യന്റെ മനസ്സിനെ മതിക്കുന്ന തരത്തിലേക്കുള്ള രചനകളാവുന്നു. നിരന്തരം കാണുന്ന കാഴ്ചകൾ പത്രവാർത്ത പോലെ എഴുതിയിരിക്കുന്നതല്ലോ യഥാർത്ഥത്തിൽ കഥയും കവിതയും. നാടകകൃത്ത് EJ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകൻ ജ്യോതിസ് S പുസ്തകം പരിചയപ്പെടുത്തി. കവി സതീഷ് പഴുപ്പള്ളി, സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ, ചലച്ചിത്ര നടന്മാരായ കുൻഫു സജിത്ത്, അനീഷ് ആനന്ദ്, കഥകളി തെയ്യം കലാകാരൻ ശശീന്ദ്ര കട്ടപ്പന, കവി CK കമലാസനൻ, മാധ്യമപ്രവർത്തകൻ രാഹുൽ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷു ആഘോഷമാക്കി ലോകമെമ്പാടുമുള്ള മലയാളികൾ. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നും വിശ്വാസം.
മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ വനം വകുപ്പ്. മാങ്കുളത്ത് വനം വകുപ്പ് നടത്തിവരുന്നത് പ്രവർത്തനക്ഷമമല്ലാതിരുന്നതും ഭാഗികമായി പ്രവർത്തിച്ചു വന്നിരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകൾ തകരാർ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ ആനയടക്കം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുറയ്ക്കാമെന്ന് വനം വകുപ്പ്. 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുടുംബം ചികിത്സാ സഹായം തേടുന്നു. തങ്ങളുടെ രണ്ടാമത്തെ കുട്ടിയുടെ കരൾ മാറ്റിവെക്കലിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നത് മാങ്കുളം ആനക്കുളം സ്വദേശികളായ റോജൻ അശ്വതി ദമ്പതികൾ. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടിവരുന്നത് 15 ലക്ഷം രൂപ. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസം യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിൽ. യുവാക്കളുടെ അപകടയാത്ര കേരള രജിസ്ട്രേഷനിലുള്ള 2 വാഹനങ്ങളിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.